കേരളത്തിന്റെ പുറംകടലിൽ തീപിടിച്ച ചരക്ക് കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും നേതൃത്വത്തിലാണ് ശ്രമം. കാണാതായ 4 കപ്പൽ ജീവനക്കാർക്കായും തെരച്ചിൽ തുടരുകയാണ്. അപകടത്തിൽ പരിക്കേറ്റ കപ്പലിലെ ജീവനക്കാരെ മംഗളൂരുവിലെ AJ ആശുപത്രിയിൽ എത്തിച്ചു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? അതിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് നേവിയുടെ കപ്പലുകളും കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകളും ചേർന്ന് തീ അണയ്ക്കാനുള്ള തീവ്രമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കപ്പലിൻ്റെ ഇരുഭാഗങ്ങളിൽ നിന്നുമായിട്ടാണ് കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകൾ ഈ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിലേക്ക് വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് എത്ര കണ്ട് ശ്രമകരമായ ജോലിയാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ആ കപ്പൽ ഇടത് ഭാഗത്തേക്ക് ഏകദേശം 15 ഡിഗ്രിയോളം ചരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു പക്ഷേ കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സമീപത്തെ കപ്പലുകളെയും അത് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇപ്പോൾ തീ അണയ്ക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുറംകടലിലേക്ക് പോകുന്ന കപ്പലുകൾക്കും വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു. കാരണം കപ്പൽ ചാലിൽ നിന്നും വളരെ ദൂരെ അല്ലാതെ ആയിട്ടാണ് ഇപ്പോൾ ഈ കപ്പൽ തീക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൊട്ടിത്തെറിക്കുന്ന സാധനങ്ങൾ കടലിലേക്ക് ചിതറി വീഴാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അത്തരം ഇരുമ്പ് ലോഹം അല്ലെങ്കിൽ ഇരുമ്പ് പദാർത്ഥങ്ങൾ കടലിലൂടെ ഒഴുകിയെത്തി മറ്റ് കപ്പലുകളുടെ ഭാഗങ്ങളിൽ തട്ടിയാൽ അതിൻ്റെ പ്രൊപ്പല്ലറിന് ഉൾപ്പെടെ കേടുപാടുകൾ സംഭവിക്കാം. ആ കപ്പലുകളും അപകടത്തിൽപ്പെടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് തന്നെ ഒരു അപായ സൂചന നൽകിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ അവസാനമായി ലഭ്യമാകുന്നത്. എന്തായാലും ഇന്നലെ രാത്രി മുതലാണ് തീ അണയ്ക്കാനുള്ള ഒരു തീവ്ര ശ്രമം കോസ്റ്റ് ഗാർഡും ഒപ്പം നാവികസേനയും ആരംഭിച്ചിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ INS സൂറത്ത് എന്ന് പറയുന്ന ഒരു കപ്പൽ കൂടി ഇതിൻ്റെ അടുത്തേക്ക് സമീപത്തേക്ക് വരും. നിലവിൽ കോസ്റ്റ് ഗാർഡിൻ്റെ 5 കപ്പലുകളും ഒരു ഇന്ത്യൻ നേവിയുടെ ഒരു കപ്പലുമാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാണാതായിരിക്കുന്ന 4 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിലും ഇതേ സമയം തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു വിഭാഗം സമുദ്രത്തിൽ നടത്തുന്നുണ്ട്. ഒപ്പം ഇതുവരെയുള്ള ഈ എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ള കാര്യത്തിൽ നിർദ്ദേശം നൽകുന്നതിന് വേണ്ടി ഡോണിയർ വിമാനങ്ങളും അവിടെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. അപ്പോൾ വളരെ ശ്രമകരമായ ഒരു ജോലി പുറംകടലിൽ നടക്കുന്നു എന്നുള്ളതിൻ്റെയാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം 157 കണ്ടെയ്നറുകളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതിൽ ചില കണ്ടെയ്നറുകൾക്കുള്ളിലുള്ള വസ്തുക്കൾ വെള്ളവുമായി ചേർന്ന് കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള അമ്ലാംശമുള്ള പദാർത്ഥങ്ങൾ പുറത്തേക്ക് വരാനും പൊട്ടിത്തെറിക്കാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട് എന്നുള്ള വിലയിരുത്തലുകളുമുണ്ട്. എന്തായാലും കപ്പലിനെ കുറിച്ചുള്ള കൂടുതൽ അല്ലെങ്കിൽ ഈ കണ്ടെയ്നറുകൾക്കുള്ളിൽ എന്താണ് എന്നുള്ള കാര്യത്തിൽ എന്നുള്ള ഒരു വ്യക്തമായ ഒരു വിവരം ഇതുവരെയായും കപ്പൽ കമ്പനി കസ്റ്റംസിന് കൈമാറിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണ റോഡുകളിലൂടെയോ റെയിൽ മാർഗമോ ഒന്നും കൊണ്ടുപോകാൻ കഴിയാത്ത അത്രയും തീവ്ര സ്വഭാവമുള്ള രാസവസ്തുക്കൾ ഇതിൻ്റെ കണ്ടെയ്നറുകളുണ്ട് എന്നുള്ള വിവരം ചിലർ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് വ്യക്തമായിട്ടില്ല. എങ്കിൽ തന്നെയും ഈ കപ്പലിൽ ഉണ്ടാകുന്ന തീയിൽ നിന്നും നേവി ഉദ്യോഗസ്ഥർ നൽകുന്ന ഒരു വിവരം, ഈ രാസപദാർത്ഥങ്ങൾ കത്തുന്ന തരത്തിലുള്ള പുകപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക്, വലിയ കറുത്ത നിറത്തിലുള്ള പുകപടലങ്ങളാണ് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങുന്നത്. ഒപ്പം ഈ കപ്പലിനകത്ത് വലിയ തരത്തിലുള്ള പൊട്ടിത്തെറി ശബ്ദങ്ങളും കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ കപ്പൽ കത്താൻ തുടങ്ങിയിട്ട് ഏകദേശം 25 മണിക്കൂറിലധികം പിന്നിടുകയാണ്. ആ സമയത്ത് തന്നെ ഇത്തരത്തിൽ വലിയ ശ്രമകരമായ ജോലിയിലേക്ക് കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നേവിയും കടന്നിരിക്കുന്നു. ഈ കപ്പലിനെ തീ ആദ്യഘട്ടത്തിൽ നിയന്ത്രണ വിധേയമാക്കണം, അതിനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. കൂടുതൽ വെള്ളം അല്ലെങ്കിൽ അമിതമായ രീതിയിലേക്ക് വെള്ളം ചീറ്റിയാൽ ഒരു പക്ഷേ ഈ കണ്ടെയ്നറുകൾക്കുള്ളിലുള്ള ലോഹ പെട്ടികൾക്കുള്ളിൽ ഇരിക്കുന്ന രാസപദാർത്ഥങ്ങൾ വീണാൽ ചിലപ്പോൾ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറിക്കുള്ള സാധ്യതയുണ്ട്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നിലവിൽ കത്തുന്ന തീയുടെ ഒരു കാഠിന്യം കുറയ്ക്കുക എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ഈ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു നീക്കം. അത്തരത്തിലാണ് അവർ വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുന്നതും. ഇത്രയും വിവരങ്ങളാണ് നമുക്ക് കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥരിൽ നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തീരപ്രദേശങ്ങളിലുള്ളവർക്കുൾപ്പെടെ ഒരു ജാഗ്രതാ നിർദ്ദേശം വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. സംസ്ഥാനത്തെ തീരങ്ങളിൽ ഇത്തരം നിർദ്ദേശം നൽകേണ്ടത് സംസ്ഥാനത്തെ
ദുരന്ത നിവാരണ വിഭാഗമാണ്. അവരുടെ ഒരു യോഗം ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ചേരുന്നുണ്ട്. അതിനുശേഷം ദുരന്ത നിവാരണ വിഭാഗം എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയും. കാരണം നമ്മുടെ തീരത്ത് നിന്നും വളരെ ദൂരെയല്ല, ഏകദേശം ഒരു 80ഓളം മൈൽ ദൂരെയാണ് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. കപ്പൽ അഗ്നിക്കിരയായിരിക്കുന്നത്. ഒപ്പം ഈ ഇരുമ്പ് പെട്ടി അല്ലെങ്കിൽ കണ്ടെയ്നറുകൾ, വെള്ളത്തിലേക്ക് വീണ കണ്ടെയ്നറുകൾ തീരങ്ങളിലേക്ക് ഒഴുകിയെത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾക്കൊക്കെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൃത്യമായി അത് പാലിക്കണം. കാരണം തെക്കൻ ഭാഗത്തേക്ക് അതല്ലെങ്കിൽ തിരുവനന്തപുരം, കൊച്ചി ഭാഗങ്ങളിലേക്ക് ഈ ലോഹപദാർത്ഥങ്ങൾ ഒഴുകി വരാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അത്തരത്തിൽ ഒരു തീവ്രമായ ഒരു നീക്കം ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ തീ നിയന്ത്രണ വിധേയം എന്ന് പറയാൻ കഴിയില്ല. വലിയ തരത്തിൽ കപ്പലിൽ തീ പടരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. തീ കെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഒപ്പം ഈ കപ്പൽ താഴ്ന്നാൽ തന്നെയും അതും ഒരു അപകട ഭീതി വരുത്തുന്നുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ശ്രമകരമായൊരു നീക്കം, കപ്പൽ മുങ്ങാതെ നോക്കണം, തീ അണയ്ക്കണം, ഒപ്പം കപ്പൽ ചരിഞ്ഞുള്ള അപകടങ്ങൾ ഒഴിവാക്കണം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വളരെ ശ്രദ്ധയോടുകൂടിയുള്ള ഒരു നീക്കമാണ് കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വളരെ വേഗത്തിൽ ഇത് തീ അണയ്ക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയില്ല. കാരണം അകത്ത് ഉള്ള രാസവസ്തുക്കളിലേക്ക് കൂടുതൽ തീ പടരുന്ന ഒരു അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നിലവിലെ സാഹചര്യത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കി കൊണ്ടുവരിക, തീയുടെ അളവ് കുറയ്ക്കുക, അതിനുശേഷം പൂർണ്ണമായും കിടത്തുന്നതിലേക്ക് കടക്കും എന്നൊക്കെയാണ് അവർ കോസ്റ്റ് ഗാർഡിലെ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ. ഒപ്പം ഇതിന് മുകളിലൂടെ വാന നിരീക്ഷണവും അതേപോലെ തന്നെ നടക്കുന്നുണ്ട്. ആകാശത്തിലൂടെ ഡോണിയർ വിമാനങ്ങൾ പറന്നുകൊണ്ട് ഈ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. അവർക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങൾ ഈ തീയണയ്ക്കൽ പ്രക്രിയയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും നൽകുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് കൂടുതൽ ഫയർ ഫൈറ്റേഴ്സിനെ, അതായത് ഈ തീ അണയ്ക്കുന്നതിൽ വിദഗ്ധ പരിശീലനം നേടിയ ആളുകളുമായി കോസ്റ്റൽ ഗാർഡിൻ്റെ സംഘം തീരത്തു നിന്നും ആ ഭാഗത്തേക്ക് പുറപ്പെട്ടത്. സ്വാഭാവികമായും അവരെത്തിക്കഴിയുമ്പോഴേക്കും കുറച്ചുകൂടി വേഗത്തിൽ കാര്യങ്ങൾ നടക്കും എന്നുള്ള പ്രതീക്ഷ കോസ്റ്റ് ഗാർഡിനും നേവിക്കുമുണ്ട്. അത്തരത്തിൽ ഒരു തീയണയ്ക്കലിന് വേണ്ടിയുള്ളൊരു നീക്കം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. പിന്തുണ നൽകുന്നുണ്ട്. ബിനോയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.